കൂട്ടുകാരെ നമുക്കിന്ന് CHSL എക്സ്പെക്റ്റ് ചെയ്യാവുന്ന നെക്സ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നോക്കിക്കോണേ. ആദ്യത്തേത് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഈക്വൽ ടു 8. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോട്ട് തീറ്റ. കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ തന്നിട്ടുണ്ട് 8 എന്ന്. എന്നിട്ട് കോട്ട് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. ഈ കോട്ട് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ അല്ലേ? ഓക്കെ, കോസ് തീറ്റ ബൈ സൈൻ തീറ്റ അല്ലേ കോട്ട് തീറ്റ? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ്റെ അകത്ത് ഇവിടെ ഒരു ഫ്രാക്ഷൻ ഉണ്ടല്ലോ, ഈ ഫ്രാക്ഷൻ്റെ മേളിലും താഴെയും ഒരു സൈൻ തീറ്റ വെച്ചങ്ങ് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കോട്ട് തീറ്റ എന്ന് കിട്ടും. പ്ലസ് സൈൻ തീറ്റ ബൈ സൈൻ തീറ്റ ചെയ്യുമ്പോൾ 1. താഴെ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ചെയ്യുമ്പോൾ കോട്ട് തീറ്റ, സൈൻ തീറ്റ മൈനസ് ബൈ സൈൻ തീറ്റ ചെയ്യുമ്പോൾ 1 ഈക്വൽ ടു 8. ഇതിൻ്റെ നേരെ അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ 8 കോട്ട് തീറ്റ മൈനസ് 8 ഈക്വൽ ടു കോട്ട് തീറ്റ പ്ലസ് 1 കിട്ടത്തില്ലേ? ഈ കോട്ട് തീറ്റ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് 7 കോട്ട് തീറ്റ ഈക്വൽ ടു മൈനസ് 8 അങ്ങോട്ട് പ്ലസ് 8 ആവത്തില്ലേ? 9 കിട്ടും. അപ്പോൾ കോട്ട് തീറ്റ ഈക്വൽ ടു 9/7 കിട്ടും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റിനകത്ത് തുടങ്ങാം. ഓക്കെ, ഒരു ഫിഗർ തന്നിട്ടുണ്ട്. കോഡ് PQ ആൻഡ് RS ഇൻ്റർസെക്റ്റ് അറ്റ് L. PQ എന്ന് പറയുന്ന കോഡും RS എന്ന് പറയുന്ന കോഡും L വെച്ച് ഇൻ്റർസെക്റ്റ് ചെയ്യും. അതിനെ RL കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. ഓക്കെ, അതായത് ഒരു സർക്കിളിനകത്ത് രണ്ട് കോഡ് ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്താണ്ടല്ലോ, ഈ കഷ്ണം ഇൻറ്റു ഈ കഷ്ണം ഈക്വൽ ടു ഈ കഷ്ണം ഇൻറ്റു ഈ കഷ്ണമായിരിക്കും. ഓക്കെ, അതായത് 9 × 4 ഈക്വൽ ടു 6 ഇൻറ്റു ഇത് 6 അതെല്ലാം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വെട്ടിക്ക് ഇത് 36 6 ചെയ്യുമ്പോൾ 6 കിട്ടത്തില്ലേ? ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് നോക്കുക. ഇഫ് കോസ് x മൈനസ് y ഈക്വൽ ടു √3/2 ആൻഡ് സൈൻ x പ്ലസ് y ഈക്വൽ ടു 1/2 ഫൈൻഡ് x. ഓക്കെ, കോസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, അതിൻ്റെ വാല്യൂ √3/2 ആണ്. സൈൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, അതിൻ്റെ വാല്യൂ 1/2 ആണ്. ഈ രണ്ട് വാല്യൂ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ? കോസ് എത്ര ചെയ്യുമ്പോഴാണ് √3/2 കിട്ടുന്നത്? കോസ് 30 ചെയ്യുമ്പോഴല്ലേ? അതുപോലെ സൈൻ എത്ര എടുക്കുമ്പോഴാണ് 1/2 കിട്ടുന്നത്? സൈൻ 30 എടുക്കുമ്പോഴല്ലേ 1/2 വരുന്നത്? ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന സാധനവും എക്സ് മൈനസ് വൈ എന്ന് പറയുന്ന സാധനവും എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന സാധനവും 30 തന്നെയാണ്. അതിനർത്ഥം എക്സ് 30 ആണെന്നല്ലേ, വൈ 0. എന്നാലേ ഇത് വരത്തുള്ളൂ. എക്സ് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്? എക്സ് എത്രയാണ്? 30. ഓക്കെ, അടുത്തത് ഇഫ് കോട്ട് എ ഈക്വൽ ടു കെ ഫൈൻഡ് സൈൻ എ. കോട്ട് എ എന്ന് പറയുന്നത് കെ ആണെങ്കിൽ സൈൻ എ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. നോക്കി, നമ്മൾ ഈ കോട്ടും അതുപോലെ കൊസീക്കുള്ളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? 1 + കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു കോസിക് സ്ക്വയർ തീറ്റ. ഓക്കെ, ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്യുന്നത്. ഈ കോസിക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1/sin സ്ക്വയർ തീറ്റ അല്ലേ? നമ്മളിവിടെ തീറ്റ എന്നല്ല, ഇവിടെ എ എന്നല്ല എടുത്തിരുന്നത്. അപ്പോൾ എ എന്ന് വിളിക്കുക. ഈക്വൽ ടു 1 + കോട്ട് തീറ്റ കെ അല്ലേ? അപ്പോൾ ഇത് കെ സ്ക്വയർ. അപ്പോൾ ഇവിടെ നിന്ന് സൈൻ ഈക്വൽ എത്ര കിട്ടും? 1/√1 + കെ സ്ക്വയർ എന്ന് കിട്ടത്തില്ലേ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഇതെങ്ങനെ വരുന്നത്? സൈൻ സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ 1/, എടുക്കുക. അപ്പോൾ 1/1 + കെ സ്ക്വയർ കിട്ടത്തില്ലേ? ഇനി സൈനെ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടിടത്ത് റൂട്ട് എടുക്കുക. അപ്പോൾ 1/√1 + കെ സ്ക്വയർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് 6300 is divided among x, y and z such that x is to y തന്നിട്ടുണ്ട്, y is to z തന്നിട്ടുണ്ട്, എന്നിട്ട് y കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. എക്സിന് y z സമ്മല്ലേ 6300? എക്സ് വൈ z, എക്സ് വൈ റേഷ്യോ 7:5, വൈ z റേഷ്യോ 4:3. ഇവിടുന്ന് എക്സ് വൈ z റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ 4 വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 28, 20. ഇനി 5 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര കിട്ടും? 15. എല്ലാം കൂടെ കൂട്ടുക. എത്ര കിട്ടും? 40, 50, 63 കിട്ടത്തില്ലേ? അപ്പോൾ 63 പാർട്ടാണ് ആ തന്നിരിക്കുന്ന 6300. ഒരു പാട്ട് എത്രയാണ്? 100. വൈ എല്ലാം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 20 പാർട്ട് എന്ന് പറഞ്ഞാൽ 20 × 100, അതായത് 2000 ആയിരിക്കും ആൻസർ. ഓക്കെ, അടുത്തത് 15 men can complete a work in 10 days. 15 men 10 ദിവസം നിന്നാൽ വർക്ക് തരും. അങ്ങനെയാണെങ്കിൽ 20 men നിന്ന സെയിം ടാസ്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നതല്ലേ ചോദിച്ചേക്കുന്നത്? അപ്പോൾ 20 men എത്ര ദിവസം കൊണ്ട് ചെയ്യും? അതോടെ വെട്ടിയാൽ പോരെ? ഇതോടെ വെട്ടിയാൽ 2 കൊണ്ട് വെട്ടിയാൽ 7.5 തൊട്ട് ആൻസർ. ഓക്കെ, അടുത്തത് കവിതാസ് അറ്റൻഡൻസ് ഇൻ സ്കൂൾ ഫോർ ദ അക്കാഡമിക് സെഷൻ 2018-19 വാസ് 216. ഓക്കെ, 216 കവിതയുടെ അറ്റൻഡൻസ്. ഓൺ കമ്പ്യൂട്ടിംഗ് ഹെർ അറ്റൻഡൻസ് ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ദാറ്റ് ഹെർ അറ്റൻഡൻസ് വാസ് 90%. അപ്പോൾ കവിതയുടെ അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ
ഈ ഇപ്പോൾ കിട്ടിയ അറ്റൻഡൻസ് പറഞ്ഞാൽ 90% ആണ് ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് ഓഫ് ദ സ്കൂൾ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ എത്ര വർക്കിംഗ് ഡേയ്സ് ഉണ്ടായിരുന്നു ചോദിച്ചേക്കുന്നത്. ആ ടോട്ടൽ 90% അല്ലേ ഈ 216. ഓക്കെ, 90% എന്ന് പറഞ്ഞാൽ 9/10 അല്ലേ. 9 അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ 9 2 18 4. ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് ഈക്വൽ ടു 240. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇസ് കംപ്ലീറ്റ്ലി ഡിസോൾവ് ബൈ 11. 11 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണെന്ന് ചോദിച്ചേക്കുക. നമ്മളിങ്ങനെ കണ്ടുപിടിക്കുന്നത് 11ൻ്റെ ഡിസോൾട്ട് റൂൾ എങ്ങനെ? ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സിന് സം എടുക്കുക, ഡിഫറൻസ് ഒന്നിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ 11 ആയിരിക്കും, അല്ലെങ്കിൽ 11ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഫസ്റ്റ് ഓപ്ഷൻ നോക്കി, 8 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എടുക്കുക 9, 9 കഴിഞ്ഞാൽ അടുത്ത് എടുക്കുക 8, എല്ലാം കൂടെ കൂട്ടുക. 8 16 9 25 കിട്ടത്തില്ലേ. ഇനി ബാക്കിയുള്ള എല്ലാം കൂടെ കൂട്ടുക. 0 7 1 എല്ലാം കൂടെ 7 8. ഇവരുടെ ഡിഫറൻസ് ഈ തന്നിരിക്കുന്ന വല്ലതും ആണോ? അല്ല. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ല ആൻസർ. രണ്ടാമത്തെ എടുക്കുക. 9 എടുത്താൽ 3 എടുക്കുക, 3 കഴിഞ്ഞാൽ പിന്നെ 9 എടുക്കുക. 9 18 3 21. പിന്നെയുള്ളത് എന്താ? 6 3 9 9 10. 21ൻ്റെ 10ൻ്റെ ഡിഫറൻസ് 11 അല്ലേ. സോ ഈ നമ്പർ 11 വെച്ച് ഡിവിസിബിൾ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് മാർക്ക് പ്രൈസ് ഓഫ് എ ബൈക്ക് ഇസ് 15% മോർ ദാൻ കോസ്റ്റ് പ്രൈസ്, ഇറ്റ് ഈസ് സോൾഡ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 20%. ഫൈൻഡ് ഡീലേഴ്സ് ലോസ് ഓർ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഓക്കെ, ഒരാൾ കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, മാർക്ക് പ്രൈസ്. കോസ്റ്റ് പ്രൈസിനേക്കാളും 15% ഗേറ്റാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഒരു 100 ആണെങ്കിൽ മാർക്ക് പ്രൈസ് എത്രയാണ്? 115. ഇനി ഇത് 20% ഡിസ്കൗണ്ടിനാണ് വിൽക്കുന്നത്. അതായത് മാർക്ക് പ്രൈസിൻ്റെ 20% മാർക്ക് പ്രൈസിൽ നിന്ന് കുറയ്ക്കും. ഓക്കെ, മാർക്ക് പ്രൈസ് പറഞ്ഞാൽ 115 അല്ലേ. അതിന് 10% 11.5 അല്ലേ. 20% പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി അല്ലേ. ഇപ്പോൾ 22 23 എന്ന് കിട്ടും. 115 23 കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ എത്ര ഇടും? 115 15 കുറച്ച് കഴിഞ്ഞാൽ 100 ആവത്തില്ലേ. 15 8 കിട്ടുമ്പോഴല്ലേ 23 കിട്ടുന്നത്. ഇതിനൊരു 8 കൂടെ കുറയും. അപ്പോൾ എത്ര ഇടും? 92. അതിനാണെങ്കിൽ ഇയാൾക്ക് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ, അത് എത്ര പെർസെൻറ്റേജ് എന്ന് ചോദിച്ചേക്കുന്നത്. നോക്കി, 100 രൂപ കോസ്റ്റായ സാധനം 92 രൂപയ്ക്ക് വിറ്റു. ഓക്കെ, ഇവിടെ എത്ര കുറവുണ്ട്? 8. 8 എന്ന് പറഞ്ഞാൽ 100ൻ്റെ 8% അല്ലേ. അപ്പോൾ ഇവിടെ 8% ലോസാണ് ഉണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഹൗ മെനി ഇയേഴ്സ് ഷാൽ RS 3500 ഇൻവെസ്റ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് 10% സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം എമൗണ്ട് ടു RS 4500. അതായത് 3500 ഇൻവെസ്റ്റ് ചെയ്തു സിമ്പിൾ ഇൻട്രസ്റ്റിൽ. 10% റേറ്റ്. ഇങ്ങനെ എത്ര നാളും കൊണ്ടാണ് ഇത് 4500 ആവാമെന്ന് ചോദിച്ചേക്കുന്നത്. 3500 ഇട്ടിട്ട് 4500 ആണെങ്കിൽ പലിശ എത്ര രൂപ കിട്ടണം? പലിശ 1000 രൂപ കിട്ടണ്ടേ. ഓക്കെ, അപ്പോൾ നോക്കുക, 3500ൻ്റെ 10% വെച്ച് എത്ര വർഷം കൊടുക്കണം? അത് ചെയ്യുമ്പോഴല്ലേ 1000 കിട്ടുന്നത്. ഓക്കെ, ഇനി അത് സോൾവ് ചെയ്താൽ ആൻസർ കിട്ടും. 10% എന്ന് പറഞ്ഞാൽ 1/10 ആണല്ലേ. 350. അതിനെ അങ്ങോട്ട് വെട്ടി ഡിവൈഡ് ചെയ്യുക. 350. ഇതൊന്നും പോയി 5 ചുട്ടിയാൽ 20, 5 ചുട്ടിയാൽ 7, 7 2 14. പിന്നെ 6/7. 2 and 6/7 ഇയേഴ്സ് കിട്ടും ആൻസർ. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളെന്തായാലും പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എക്സാമിൻ്റെ ഒരു 3-4 ദിവസം മുമ്പ് ഹോൾ ടിക്കറ്റ് വരും. ഹോൾ ടിക്കറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രോപ്പറായിട്ട് എക്സാമിന് പോവുക. ഓക്കെ, പിന്നെ നിങ്ങൾ ആവശ്യം പോലെ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോകണേ. നമുക്ക് ആക്ച്വലി CHSL വേണ്ടിയിട്ട് അധികം വീഡിയോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല യെറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ടോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നിങ്ങളൊന്നുകിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ പോയിട്ട് പോസ്റ്റ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം.